ജോസ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയാണ് IIT, ISC, NIT, IIIT, ദെൻ അതുപോലെ സ്റ്റേറ്റ് ഫണ്ടഡ് സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. ടോട്ടൽ 5 അലോട്ട്മെൻറ്റ് റൗണ്ടുകളാണുള്ളത്. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്യുമെൻറ്റുകൾ പ്രീ അപ്ലോഡ് ചെയ്യാം. ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് 10th സർട്ടിഫിക്കറ്റോ ആധാർ കാർഡോ ആണ്. ഒന്ന്, അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിക്കാനാണ്. രണ്ടാമത്തത് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ 12th മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റുമാണ്. മൂന്നാമത്തത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്, JE അഡ്മിറ്റ് കാർഡ്. നാലാമത്തത് നിങ്ങളുടെ OBC NCL കാറ്റഗറി എന്തൊക്കെയാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് OBC NCL ആണെങ്കിൽ April 1, 2026 ശേഷം അപ്ഡേറ്റഡ് ആയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ദെൻ അഞ്ചാമത്തത് ക്രോസ്ഡ് ചെക്കാണ്, അത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കിട്ടാനാണ്. ഈ 5 ഡോക്യുമെൻറ്റുകൾ മറക്കാതെ നേരത്തെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ അപ്ലോഡ് ചെയ്യാം. പ്രീ അപ്ലോഡിന് വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് വെച്ചാൽ സാധാരണ നിലക്ക് നമ്മൾ സീറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അലോട്ട്മെൻറ്റ് റൗണ്ടുകളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 1 മുതൽ 5 വരെയുള്ള ഘട്ടത്തിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ സീറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫ്രീസൊക്കെ ചെയ്തതിന് ശേഷം ദെൻ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് അടച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. പക്ഷെ അത് വേണമെങ്കിൽ നമുക്ക് കാലതാമസങ്ങൾ ഒഴിവാക്കാനും കുഴപ്പങ്ങൾ ഒഴിവാക്കാനും ഡോക്യുമെൻറ്റുകളിലുള്ള ക്രമക്കേടുകളോ ബുദ്ധിമുട്ടുകളോ തെറ്റുകളോ പിന്നീട് കണ്ടെത്തുമ്പോൾ സമയം ലഭിക്കില്ല എന്നതുകൊണ്ട് നേരത്തെ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്കത് കാലതാമസവും ബുദ്ധിമുട്ടും ഒഴിവാക്കാം എന്നതുകൊണ്ടാണ് പ്രീ അപ്ലോഡിനുള്ള ഒരു സൗകര്യം തന്നിരിക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ശ്രദ്ധിക്കേണ്ടത് ഈ ഡോക്യുമെൻറ്റുകൾ കൃത്യമായി നിങ്ങൾ PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യലാണ്. നേരത്തെ തന്നെ നിങ്ങൾ ഒരു ഹോംവർക്ക് ചെയ്ത് ഓപ്ഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് IIT, ദെൻ ISC, ദെൻ NIT, IIIT, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഒരു പ്രിഫറൻസ് ഓർഡർ കൊടുക്കാം. ഒരു ഉദാഹരണത്തിന് നമ്മൾ IIT കൊടുക്കുമ്പോൾ മദ്രാസ് IIT നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം, NIRF റാങ്ക് ഒക്കെ പരിഗണിച്ച്. അതല്ല, നേരത്തെ മുതലേ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോംബെ IIT മുമ്പിൽ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മുംബൈ IITയും അതുപോലെ തന്നെ മദ്രാസ് IITയുടെ പ്രിഫറൻസ് പോലെ നിങ്ങൾക്ക് ഡൽഹിയും കാൺപൂറും ഖരഗ്പൂറും ഗുവാഹട്ടിയും ആദ്യത്തെ കുറേ IITകളാണ്, പ്രീമിയർ IITകൾ. NITയുടെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് NITകൾ വാറങ്കൽ ഒരു പ്ലേസ്മെൻറ്റ് ഓർഡറിൽ IITയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതിന് തൊട്ടടുത്ത് നിൽക്കുന്നത് എന്ന രീതിയിൽ വാറങ്കൽ NIT കൊടുക്കാം, കാലിക്കറ്റ് NIT ഫസ്റ്റ് കൊടുക്കാം, ട്രിച്ചി NIT കൊടുക്കാം. പൊതുവെ ഞാൻ കണ്ടുവരുന്നത് ട്രിച്ചി NIT സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അടുത്തത് എന്ന നിലക്ക് മലയാളികൾ കൂടുതൽ കൊടുക്കുന്നത് അതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ദെൻ അപ്പോൾ നമ്മൾ കാലിക്കറ്റ് കൊടുത്തു, ട്രിച്ചി കൊടുത്തു, വാറങ്കൽ കൊടുത്തു, സൂറത്കൽ കൊടുത്തു, അലഹബാദ് കൊടുത്തു, റൂർക്കല കൊടുത്തു, ദെൻ ജയ്പൂർ കൊടുക്കണോ നാഗ്പൂർ കൊടുക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അത് കൃത്യമായിട്ട് അത് ഒരു ഓപ്ഷൻ ഉണ്ടാക്കുക, ഓർഡർ ഓഫ് പ്രിഫറൻസ് ഉണ്ടാക്കുക. IIITകളുടെ കാര്യത്തിൽ പൂനെ കൊടുക്കണോ അതല്ല കാഞ്ചീപുരം കൊടുക്കണോ ചിറ്റൂർ ശ്രീ സിറ്റി കൊടുക്കണോ എന്നുള്ളതൊക്കെ ഒരു തീരുമാനമാക്കിയതിന് ശേഷം അതിൽ തന്നെ ഏത് ബ്രാഞ്ചുകൾ, ഇലക്ട്രോണിക്സിന് പ്രിഫറൻസ് കൊടുക്കണോ, കമ്പ്യൂട്ടർ സയൻസിന് പ്രിഫറൻസ് കൊടുക്കണോ. പൊതുവേ കമ്പ്യൂട്ടർ സയൻസിനോടുള്ളൊരു ഓറിയൻറ്റേഷൻ ആളുകൾക്ക് പ്രിഫറൻസ് റിലേറ്റീവ്ലി കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും EC, കമ്പ്യൂട്ടർ സയൻസ്, EE, മെക്കാനിക്കൽ പോലുള്ള കോർ ബ്രാഞ്ചുകൾ കൊടുക്കണോ. അപ്പോൾ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ഉണ്ടാക്കുക. ഓർഡർ ഓഫ് പ്രിഫറൻസ് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരിയഗുരുവിൽ വരിക. കരിയഗുരു വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ടൈമുകൾ അനുവദിച്ച് ഏകദേശം ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ തന്ന് നിങ്ങളുടെ ഓപ്ഷൻ ഇവിടെ തന്നെ ഫില്ല് ചെയ്ത് പ്രിൻ്റ് എടുത്ത് തരുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. ദെൻ ആ സംവിധാനം ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു റൗണ്ടിൽ 13-ാം തീയതി മുതലാണ് ദെൻ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 വരെ ഓപ്ഷൻസ് നമുക്ക് ഫില്ല് ചെയ്യാം. ഒരു പക്ഷേ കുറച്ചങ്ങ് നീട്ടാൻ സാധ്യതയുണ്ട്. 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സൈറ്റിൽ ചെറിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ട്. എങ്കിലും 11 വരെയാണ് അവസാന ഡേറ്റ്. 13-ന് ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് നടക്കും. ദെൻ ഈ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓപ്ഷൻസ് വരും, ഫ്രീസ് ആണോ ഫ്ലോട്ടാണോ അതുപോലെ സ്ലൈഡിംഗ് ആണോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ചോയ്സ് ഏതാണോ അത്
ഉറപ്പിച്ച് ബാക്കി എല്ലാ ചോയ്സും കട്ട് ചെയ്ത് കളയുക, ഹയർ ഓപ്ഷനും ലോവർ ഓപ്ഷനും പരിഗണിക്കേണ്ട എന്ന നിലക്ക് ഫ്രീസ് ചെയ്യാം. ദെൻ ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് 10ാമത്തതാണ് കിട്ടിയതെങ്കിൽ അതിന് മുമ്പിലുള്ള 1 മുതൽ 9 വരെയുള്ള ഏതിലേക്കും നമുക്ക് ഫ്ലോട്ട് ചെയ്ത് പോവാം, അത് കോളേജ് കോഴ്സോ ഒരു വ്യത്യാസമില്ലാതെ എന്ന് ഉറപ്പിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ ഏത് ഓപ്ഷൻ ഹയർ ഓപ്ഷൻ എല്ലാം പരിഗണിക്കാം എന്ന നിലക്കാം. ദെൻ സ്ലൈഡിംഗ് ആണെങ്കിൽ നമുക്ക് 10ാമത്തത് കിട്ടിയത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് അതിൽ മുകളിൽ 10 മുതൽ നേരെ 1 വരെ 1, 2, 3, 4, 5, 6, 9 വരെയുള്ള എല്ലാ സീറ്റിലുമുള്ള കാലിക്കറ്റ് മാത്രം നിലനിർത്തുകയും ബാക്കി എല്ലാ ചോയ്സസും കട്ട് ചെയ്ത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ചോയ്സുകളും കട്ട് ചെയ്യുക, കിട്ടിയ സ്ഥാപനത്തിലുള്ള മറ്റ് ഹയർ ഓപ്ഷനുകൾ മാത്രം പരിഗണിക്കുക എന്ന അർത്ഥത്തിലാണ് സ്ലൈഡിംഗ് വരുന്നത്. ഇത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നു. ദെൻ ഡോക്യുമെന്റ് സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് അടക്കുന്നു. സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് SC ST കാൻഡിഡേറ്റ്സിനും എല്ലാ PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും 15,000 രൂപയാണ്. ദെൻ അതുപോലെ എല്ലാ മറ്റ് കാൻഡിഡേറ്റ്സിനും OBCയും അതുപോലെ ഓപ്പൺ കാൻഡിഡേറ്റും ഒക്കെ 30,000 രൂപയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് 5,000 രൂപ പ്രോസസ്സിംഗ് ഫീസും ബാക്കി 25,000 രൂപ 30,000 രൂപ ഫീസിൽ 25,000 രൂപ ഫീസിൽ അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ ട്യൂഷൻ ഫീൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ 15,000 വരുന്നതിലാണെങ്കിൽ 5,000 പ്രോസസ്സിങ്ങും ബാക്കി സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം മീൻസ് ഫീസിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് എടുത്തു. ദെൻ ഫീസ് അടച്ചു, ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ 5 ഡോക്യുമെന്റുകളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് മുഴുവൻ പൂർത്തിയാക്കിയാൽ മാത്രമേ നമ്മൾ സീറ്റ് എടുത്തു എന്നത് പരിഗണിക്കപ്പെടുള്ളൂ. ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും പ്രോസസ്സ് നിലച്ചു പോയാൽ ചെയ്തില്ല എങ്കിൽ നമ്മൾ റിജക്റ്റഡ് ആവും, ക്യാൻസലായി പോവും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അങ്ങനെ ഫീസ് അടച്ചു കഴിഞ്ഞു, സീറ്റ് എടുത്ത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ക്വയറീസ് എന്ന് പറയും. ക്വയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റിന്റെ കുഴപ്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വയറീസ് നമ്മളോട് ഉണ്ടാവും. ആ ക്വയറീസിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിനുള്ളിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എഗെയിൻ സീറ്റ് റിജക്റ്റഡ് ആവും. അതോടെ ടോട്ടൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ ഔട്ടാവും. ശ്രദ്ധിക്കേണ്ടത് 5 വരെയുള്ള ജോസ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സീറ്റ് ക്യാൻസൽ ആവുകയോ നമ്മൾ റിജക്റ്റ് ചെയ്യുകയോ വിത്ഡ്രോ ചെയ്യുകയോ ചെയ്താൽ സബ്സിക്വൻ്റ് ആയ ഒരു ചോയ്സ് ഫില്ലിംഗ് റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പങ്കെടുക്കാൻ പറ്റില്ല. നമ്മൾ ഔട്ടായി പോകും ജോസ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന്. പിന്നെ നമുക്കുള്ളത് CSAB ആണ്, സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡിൽ അലോട്ട്മെന്റ് ബോർഡുമായിട്ട് CSABിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സിലേ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജോസ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സീറ്റ് കിട്ടി, നമ്മളത് ഫ്രീസ് ചെയ്തു അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്തു, സ്ലൈഡ് ചെയ്തു, സീറ്റ് ഉറപ്പിച്ചു, ഫൈനൽ റൗണ്ട് വരെ മുന്നോട്ട് പോയതിനു ശേഷം നമ്മൾ ആ സീറ്റിൽ നമ്മൾ സീറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ CSABിലും വേണമെങ്കിൽ പങ്കെടുക്കാം. CSABിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യണം എന്നില്ല. നിലവിലുള്ള സീറ്റ് ആ സീറ്റ് സ്വീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ CSABിൽ പങ്കെടുക്കാം. പക്ഷേ CSABിൻ്റെ ഫീസ് നമ്മൾ സെപ്പറേറ്റ് തന്നെ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട്. ദെൻ ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതാണ് CSAB ആണ് കിട്ടണമെങ്കിൽ അതെടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ജോസയിൽ കിട്ടിയ സീറ്റ് നമുക്ക് പോകും. മാത്രമല്ല ഫീസ് നമുക്ക് കിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായി ജോസയിലും CSABിലും പങ്കെടുത്ത് മികച്ച സീറ്റ് നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. കളയാതിരിക്കുക, അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.